8ാം ക്ലാസ്സിലെ മക്കളെ, ഞാൻ ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചോ. ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിർബന്ധമായിട്ടും പഠിച്ചോ. അത് നിങ്ങളുടെ എക്സാമിന് വെരി ഹെൽപ്ഫുള്ളാക്കും. എക്സാമിനൊക്കെ നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇത് പഠിക്കാതെ എന്തായാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയത് ഇത് നിർബന്ധമായിട്ടും അറിയണം. എങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വേഗത്തിൽ ഓരോ ക്വസ്റ്റ്യനും ചെയ്തുതരാം. സോ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നുള്ള നമ്മൾ വാട്ടർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കടാ. ഇവിടെ പറയുന്നത് വാട്ടർ ടേക്കൺ ഇൻ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഈസ് ഹീറ്റഡ് കണ്ടിന്യൂസ്ലി ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് നോട്ടഡ്. വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്തു. എന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ, വാട്ട് ഈസ് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? ജലത്തിൻ്റെ തിളനില എത്രയാണ്? അത് എല്ലാവർക്കും അറിയാലോ. ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ആയ ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഈവൻ ദോ വി ആർ ഹീറ്റിംഗ് ദ ഫ്ലാസ്ക് കണ്ടിന്യൂസ്ലി ദ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ തുടർച്ചയായിട്ട് ചൂടാക്കിയിട്ടും താപനില 100 ഡിഗ്രി ആയിട്ട് തന്നെ നിൽക്കുന്നു. 100 ഡിഗ്രിയിലെത്തി പിന്നെയും ചൂടാക്കിയിട്ട് 100 മാറുന്നില്ല, 101, 102 ആവുന്നില്ല, 100 തന്നെ ഇങ്ങനെ നിൽക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം അറിയാലോ. നിങ്ങൾ എത്ര 100 ഡിഗ്രി എത്തി തളനിലെത്തി കഴിഞ്ഞാൽ പിന്നെ എത്ര ചൂടാക്കിയാലും ടെമ്പറേച്ചർ കൂടുകയല്ല ചെയ്യുക. പിന്നെയോ ആ വെള്ളം എന്ന് പറയുന്നത് സ്റ്റേറ്റ് മാറി ചേഞ്ച് ആയിട്ട് അത് ഗ്യാസിലേക്ക് മാറി. സോ ലിക്വിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസിലേക്ക് മാറാനാണ് പിന്നുള്ള ടെമ്പറേച്ചർ ശ്രമിക്കുക. സോ നോ ചേഞ്ച്, ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച്. എന്താ സംഭവിക്കുന്നത്? ഹീറ്റ്, നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനാണ് ശ്രമിക്കുക? ഫോർ ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് മാറ്റാൻ ശ്രമിക്കുക. അവസ്ഥാ മാറ്റത്തിനാണ് നിങ്ങൾ കൊടുക്കുന്ന ചൂട് ശ്രമിക്കുക. സോ നിങ്ങൾ കൊടുക്കുന്ന ചൂട് എന്തിനാണ് ഉപയോഗിക്കുക? വെള്ളത്തിൻ്റെ അവസ്ഥ മാറ്റാനാണ് ഉപയോഗിക്കുക, അല്ലാണ്ട് ടെമ്പറേച്ചർ മാറ്റാനല്ല. ലിക്വിഡായിരുന്ന വെള്ളം അത് ഗ്യാസായി മാറാൻ ശ്രമിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ചോദ്യം, സ്റ്റീം കോസസ് മോർ സീവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ. സ്റ്റീം എന്ന് പറയുന്നത് വെള്ളത്തിനേക്കാൾ ഭയങ്കരമായിട്ട് പൊള്ളലേൽപ്പിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ വെള്ളത്തിൽ കൈയിടുക, പിന്നെ നല്ല തിളച്ച വെള്ളത്തിൽ കൈയിടുന്നതിനേക്കാൾ പിന്നെ അതിൻ്റെ ആവിന്ന് വരുന്ന ആവിക്കായിരിക്കും അതിലേറെ ചൂട് നിങ്ങളെ ഗുരുതരമായി പൊള്ളലുണ്ടാക്കുക. എന്താ കാരണം? സിമ്പിളല്ലേ. വെള്ളത്തിന് 100 ഡിഗ്രി അല്ലേ ഉള്ളൂ. ആവിയായപ്പോൾ 100 ഡിഗ്രി 101 ഡിഗ്രിയുള്ള ആവിയല്ലേ പോകുന്നത്. കാരണം ആ ടെമ്പറേച്ചർ എന്തിനാണ് ഉപയോഗിച്ചത്? ആവിയായി മാറാനല്ലേ ഉപയോഗിച്ചത്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറിയില്ലല്ലോ. സോ ആവിക്ക് അതിലേറെ വലിയ ടെമ്പറേച്ചറാണ്. സോ നിങ്ങൾക്ക് ജലം തിളക്കുമ്പോൾ താപം മുഴുവൻ അവസ്ഥ. അതിനാൽ ഒരേ താപനിലയുള്ള വെള്ളത്തിനേക്കാൾ കൂടുതൽ താപം നീരാവിയിലുണ്ടാകും. അതുകൊണ്ട് നീരാവി ഗുരുതരമായ പൊള്ളലുണ്ടാക്കും. സോ വെള്ളത്തിനേക്കാൾ താപം ഏതിലുണ്ടാവും? നീരാവിയിലുണ്ടാകും. സെറ്റല്ലേ? നിങ്ങളുടെ യൂറോൺ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഇതിലുള്ളത് പോലെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, സോഡ വാട്ടർ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് CO2 ഗ്യാസ് അണ്ടർ ഹൈ പ്രഷർ ഇൻ വാട്ടർ. അറിയാലോ, ഹൈ പ്രഷറിൽ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാവുക. അപ്പോൾ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോൾ സോഡ വാട്ടർ ഉണ്ടാവും. ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ ആസിഡ് പ്രസൻറ്റ് ഇൻ സോഡ വാട്ടർ? സോഡ വാട്ടറിലുള്ള ആസിഡ് ഏതാണ്? വാട്ട് ഈസ് ദ കെമിക്കൽ ഫോമുല? സോഡ വാട്ടറിലുള്ള ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ലയിക്കുന്നത്, അപ്പോൾ കാർബോണിക് ആസിഡ്. സോഡ വെള്ളത്തിലുള്ള ആസിഡിൻ്റെ പേര് കാർബോണിക് ആസിഡ് എന്നാണ് കേട്ടോ. കാർബോണിക് ആസിഡ്. അതിൻ്റെ ഫോമുല H2CO3. അതിൻ്റെ ഫോമുല എന്താണ്? H2CO3. സോ സോഡ വെള്ളത്തിലുള്ള ആസിഡിൻ്റെ ഫോമുല H2CO3. ഇനി ചോദ്യം, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ വെരി സിമ്പിളാണ്. നിങ്ങൾ വെള്ളമാണ് ഒരു പാത്രത്തിൽ എടുക്കുന്നത്, അപ്പോൾ വെള്ളം H2O എന്ന് എഴുതുക. നിങ്ങൾ അതിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന ആരെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ CO2 എന്ന് എഴുതുക. അപ്പോൾ H2Oയും CO2 റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നു. ഇനി ഒന്നിച്ചങ്ങ് എഴുതിയാൽ മതി. ആദ്യം H2 എഴുത്, H2, പിന്നെ C എഴുത്, ഓക്കെ, C. ദെൻ 3 ഓക്സിജൻ അല്ലേ, ഇവിടുത്തെ ഓരോ ഓക്സിജനും ഇവിടുത്തെ 2 ഓക്സിജനും കൂടെ ചേർന്നിട്ട് 3 ഓക്സിജൻ അല്ലേ, അപ്പോൾ 3 ഓക്സിജൻ എഴുത്, H2CO3. സെറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും സെറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, മാച്ച് ദ ഫോളോയിങ് അപ്രോപ്രിയറ്റ്ലി. വെരി സിമ്പിൾ. കോസ്റ്റിക് സോഡ എന്നാണ് കോമൺ നെയിം, അതിൻ്റെ കെമിക്കൽ നെയിം എന്നാണ്. സിമ്പിൾ. സോഡ എന്നുള്ള പേര് കേട്ടാൽ സോഡിയം എന്ന് വരുന്ന ആരെങ്കിലും ആയിരിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡ് കഴിഞ്ഞു. സോ A എന്ന് പറയുന്നത് 3ലേക്കാണ്. ദെൻ മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത്, ലൈം എന്ന് പറയുന്ന കാൽഷ്യമാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ആലോചിക്കുക. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡ്, സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ കോസ്റ്റിക് പൊട്ടാഷ്, അതും കിട്ടി അടിപൊളിയായിട്ട്. കോസ്റ്റിക് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം എന്ന് ആലോചിക്കുക. അപ്പോൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് സെറ്റ്. പിന്നെ ലാസ്റ്റത്തെ ആളെന്തായാലും കിട്ടും. മിൽക്ക് ഓഫ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നാണ് ഒരു അൻറ്റാസിഡാണ്, നമ്മൾ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ ഇതൊക്കെ ഓർമ്മല്ലേ എന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി. ഐഡൻറ്റിഫൈ ദ കെമിക്കൽ ഫോമുല ഓഫ് ദി ആസിഡ് ആൻഡ് ബേസ് നീഡഡ് ടു ഫോം ദി സോൾട്ട് അലുമിനിയം സൾഫേറ്റ്. അലുമിനിയം സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതിന് നിങ്ങൾക്ക് എടുക്കാവുന്ന ആസിഡ് ഏതാണ്, ബേസ് ഏതാണ്? നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. അലുമിനിയം സൾഫേറ്റ് എന്ന് പറയുന്ന ആസിഡ് ഇതുണ്ടാക്കണം. അതിന് നിങ്ങൾക്ക് എടുക്കാവുന്ന ആസിഡും ബേസ് ചെയ്താണ്. അത് നിങ്ങൾ അലുമിനിയം സൾഫേറ്റിൻ്റെ ഫോമുല തന്നിട്ടുണ്ടല്ലോ, പിന്നെ സിമ്പിളാണ്. ഇതാണല്ലോ അലുമിനിയം സൾഫേറ്റിൻ്റെ സിമ്പിൾ. നോക്കിക്കേ, ഏതൊരു സോൾട്ടും അതിൻ്റെ ആസിഡൊന്നും ബേസൊന്നും അല്ല ഉണ്ടാവുക. അപ്പോൾ ഒരു ഭാഗത്തേക്ക് എച്ചും കൊടുക്കണം, ഒരു ഭാഗത്തേക്ക് OH കൊടുക്കണം. അപ്പോൾ ഏതാണ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം. എവിടേക്കാണ് H കൊടുക്കുക, എവിടേക്കാണ് OH- കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ.
അലൂമിനിയത്തിൻ്റെ കൂടെ ആദ്യത്തെ ആളുടെ കൂടെ OH കൊടുക്കുക, രണ്ടാമത്തെ ആളുടെ കൂടെ H കൊടുക്കുക. അഥവാ എച്ചിൻ്റെ കൂടെ SO4 കൊടുക്കണം, സോറി SO4ൻ്റെ കൂടെ H കൊടുക്കണം. SO4ൻ്റെ കൂടെ H കൊടുക്കുമ്പോൾ 2 എണ്ണം കൊടുക്കണം. അപ്പോൾ H2SO4 എന്ന് പറയണം. സോ ആസിഡ് H2SO4 കിട്ടി. ആദ്യത്തെ ആളുടെ കൂടെ OH കൊടുക്കണം. അലുമിനിയത്തിൻ്റെ കൂടെ 3 എണ്ണം കൊടുക്കണം. അത് ഓർത്തോക്കാനുള്ള ട്രിക്ക് പറഞ്ഞിരുന്നു. അലുമിനിയം എഴുതുന്ന എക്ക് 3 കാലാണ്. ഇതാ ഒരു കാലത്, ഒരു കാലത്, ഒരു വരത്. അപ്പോൾ 3 ആണ്. അപ്പോൾ 3 OH വേണം. സോ അലുമിനിയത്തിലെ എക്ക് 3 OH വേണം എന്നായിരിക്കും. അപ്പോൾ അലുമിനിയത്തിന് 3 OH വേണം. അപ്പോൾ അത് AlOH ത്രൈസ്. അപ്പോൾ അലുമിനിയം എന്ന് എഴുതിയിട്ട് OH എന്ന് എഴുതണം. OH എത്ര എണ്ണം വേണം? 3 എണ്ണം. അപ്പോൾ OH ത്രൈസ്. സെറ്റ്. അപ്പോൾ അലുമിനിയം, അപ്പോൾ വെരി സിമ്പിൾ. നിങ്ങൾക്ക് തരുന്നൊരു സോൾട്ട് എടുക്കുക. നിങ്ങൾക്ക് ഏത് സോൾട്ട് എന്നാലും ഇതുപോലെ എക്സാമിന് എന്തായാലും വരും. ഏതെങ്കിലും ഒരു സോൾട്ട് എടുക്കുക. ഏത് സോൾട്ട് ആ സോൾട്ട് എടുത്തിട്ട് അതിൽ ആദ്യത്തെ ആളുടെ കൂടെ OH കൊടുക്കുക, രണ്ടാമത്തെ ആളുടെ കൂടെ H കൊടുക്കുക. എത്ര H വേണം എത്ര OH വേണം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പരിശീലനം കിട്ടും, സെറ്റായിട്ട് കിട്ടും. റെഡി മക്കളെ? അപ്പോൾ അത് സെറ്റല്ലേ? റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സിമ്പിൾ. ഒരു ടേബിൾ ഒരു കുറച്ച് നേച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ പോളിമറായിട്ട് വേർതിരിക്കാൻ കുറേ ആളുകളെ തന്നിട്ടുണ്ട്. അതിൻ്റെ നേച്ചുറൽ ആരൊക്കെയാണ്, ആർട്ടിഫിഷ്യൽ ആരൊക്കെയാണ്? സിമ്പിൾ പേര് കേട്ടാൽ തന്നെ നമുക്ക് നേച്ചുറലും ആർട്ടിഫിഷ്യലും കിട്ടുമല്ലോ. റബ്ബർ എന്താ? നേച്ചുറൽ അല്ലേ? നേച്ചുറൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ റബ്ബർ. വൂൾ എന്താ? വൂളും നേച്ചുറൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ? ഈ പട്ട് എന്ന് പറയുന്ന സാധനം, സോറി പിന്നെ കമ്പിളി എന്ന് പറയുന്ന സാധനം നേച്ചുറൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ? ദെൻ PVC നമ്മൾ ഉണ്ടാക്കുന്ന പോളി വിനൈൽ ക്ലോറൈഡ് മനുഷ്യന്മാരുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യലാണ്. ബേക്കലൈറ്റ് മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. നൈലോൺ ഏതിൽ വരുന്ന മക്കളെ? നൈലോണ്, റയോണ്, ഇങ്ങനെ ഓണ് എന്നൊക്കെ പറയുന്നതൊക്കെ ആർട്ടിഫിഷ്യലാണ്. നൈലോണ്, റയോണൊക്കെ ബേക്കലൈറ്റൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. സെല്ലുലോസ് പ്ലാന്റിൻ്റെ ഇതിലുള്ളതാണ്, സെൽവാളാണ്. അപ്പോൾ സെല്ലുലോസ് ഏതിലാണ്? നമ്മുടെ നേച്ചുറലാണ് കേട്ടോ, നേച്ചുറലാണ്. ദെൻ സിൽക്ക് നാച്ചുറലാണ്, അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പട്ട്. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, അങ്ങനെ നൈലോൺ, റയോൺ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളുക അത് ഏതിലാണ്? പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യലാണ്. ദെൻ പോളിയസ്റ്റർ അതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ശരിയിട്ടതൊക്കെ ആർട്ടിഫിഷ്യലും റൗണ്ട് വരച്ചതൊക്കെ എന്തുവാണ്? നാച്ചുറലാണ്. ഓക്കെ, റെഡി മക്കളെ? സെറ്റ്. ദെൻ പോളിമറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. ഒരു ചിത്രം കണ്ടോ നിങ്ങൾ? ആദ്യത്തെ ആൾ മോണോമറാണ്. ഇവിടെ മോണോമർ എന്ന് എഴുതിയിട്ടുണ്ടോ? ആദ്യത്തെ ആൾ മോണോമറാണ്, ഒറ്റ ആളുള്ളൂ. രണ്ടാമത്തെ ആൾ ഡൈമറാണ്. നെയ്മറല്ല, ഡൈമർ, 2 ആളുണ്ട്. ലാസ്റ്റത്തെ ആൾ പോളിമറാണ്, കൂടുതൽ ആളുണ്ട്. എന്നിട്ട് ചോദ്യം എന്താ അറിയോ? എക്സ്പ്ലെയിൻ വൈ ദ മോളിക്കുലാർ മാസ് ഓഫ് എ പോളിമർ ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് മോണോമർ. നല്ല ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് പോളിമറിന് ഭാരം കൂടുതൽ മോണോമറിനേക്കാൾ? ഈസി അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഭാരം കൂടുതൽ? മോണോമറിൽ ഒരാളുള്ളൂ, പോളിമറിൽ കുറേ ആളുണ്ട്. അപ്പോൾ എപ്പോഴും പോളിമറിനായിരിക്കും വെയിറ്റ് കൂടുതൽ മോണോമറിനേക്കാൾ. ഉറപ്പല്ലേ? പോളിമർ എന്ന് പറഞ്ഞാൽ ഒരേ മോണോമർ കൂടി ചേർന്നാണ്. അപ്പോൾ കുറേ മോണോമർ കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും മാസ് കൂടും. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ക്വസ്റ്റ്യൻ. സോ മോണോമർ കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ആളാണ് പോളിമർ എന്നും, അതുകൊണ്ട് തന്നെ മോണോമറിൻ്റെ ഒരു മാസിനേക്കാൾ എത്ര മോണോമർ കൂടി ചേർന്നോ അത്രയും മാസ് പോളിമറിന് ഉണ്ടാവും. നിങ്ങൾ പഠിച്ചു വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ആൻസറായി. സിമ്പിൾ, ഹമ്പിൾ ആൻഡ് ഹോറിബിൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് ശരിയോ തെറ്റോന്ന് പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ ആൻസർ നോക്കണ്ട. ഓക്കെ, ഇതാ നോക്കിക്കേ. തെർമോപ്ലാസ്റ്റിക് ക്യാൻ ബി റീഹീറ്റഡ് ആൻഡ് റീഷേപ്പ്. തെർമോപ്ലാസ്റ്റിക്കിനെ നിങ്ങൾക്ക് റീഹീറ്റ് ചെയ്യാൻ പറ്റും, റീഷേപ്പ് ചെയ്യാൻ പറ്റും. തെർമോപ്ലാസ്റ്റിക്കിനെ റീഹീറ്റ് ചെയ്യാൻ പറ്റും, റീഷേപ്പ് ചെയ്യാൻ പറ്റും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ക്യാൻ ഓൾസോ ബി റീഹീറ്റഡ് ആൻഡ് റീഷേപ്പ്. തെർമോസെറ്റിംഗ് ആയിട്ടുള്ള ആളെയും റീഹീറ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയാടാ? തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ സെറ്റായി, അതവിടെ സെറ്റായി. നമ്മൾ പറയില്ല അവർ സെറ്റാണ്, ആ ടീം ഭയങ്കര സെറ്റായി. പിന്നെ അതിനെ റീഹീറ്റ് ചെയ്യാനോ റീഷേപ്പ് ചെയ്യാനോ പറ്റൂല. ഓൾറെഡി സെറ്റായി കിടക്കുന്നവർ പിന്നെ റീഹീറ്റും റീഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ആൻസർ ബി ആണ്. റെഡി. അതും സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി നോ അബൌട്ട് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. ഓക്കെ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്. അതിന് ഓഡ് വണ്ണിനെ തന്നേക്കുക. ഹൈഡ്രജൻ ഒരു എലമെൻ്റാണ്, ഓക്സിജൻ മറ്റൊരു എലമെൻ്റാണ്, നൈട്രജൻ മറ്റൊരു എലമെൻ്റാണ്, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം 2 ആൾ ചേർന്ന് കാർബൺ ഓക്സിജൻ ചേർന്ന മോളിക്യൂളാണ്. അപ്പോൾ ഇതാണ് ദി ഓഡ് വൺ. എന്താ എളുപ്പം. ദെൻ സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, അയൺ. അതിലാരാ? എല്ലാവരും എലമെൻ്റ് ആണല്ലോ. പിന്നെ എങ്ങനെയാണ് സാറേ? സോഡിയത്തിൻ്റെ എലമെൻറ്റ് സിമ്പിൾ നോക്കിക്കേ, Na. പൊട്ടാഷ്യത്തിൻ്റെ സിമ്പിൾ നോക്കിക്കേ, K. സോഡിയം എന്നുള്ള പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പൊട്ടാഷ്യം എന്ന് പറഞ്ഞ ബന്ധമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോഡിയം എന്നിട്ട് Na ആണ്, പൊട്ടാഷ്യം എന്നിട്ട് K ആണ്. ജസീൽ സാർ എന്നിട്ട് സിമ്പിൾ Me എന്ന് കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെ മഗ്നീഷ്യം പക്ഷേ Mg, സിമ്പിളായിട്ട് ബന്ധമുണ്ട്. അയൺ ഒരു ബന്ധമില്ല, Fe. അപ്പോൾ സിമ്പിളായിട്ട് ബന്ധമുള്ളവരാണ് ഇവരൊക്കെ. സിമ്പിളായിട്ട് ബന്ധമുള്ളത് ആകെ ഇയാൾക്ക് മാത്രം, സിമ്പിളായിട്ട് ബന്ധമില്ലാത്തവരാണ് ഇയാളൊക്കെ. എന്ന് പറഞ്ഞാൽ ഇതിൽ ഓട് വൺ മഗ്നീഷ്യമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ബാക്കിയുള്ളവരുടെയൊക്കെ സിമ്പിൾ ലാറ്റിൻ നെയിം എന്നാണ് വന്നത്. സോഡിയത്തിൻ്റെ നേട്രിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിം എന്നാണ് വന്നത്. പൊട്ടാഷ്യത്തിൻ്റെ കാലിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിം എന്നാണ് വന്നത്. Fe'യുടേത് ഫെറം എന്ന് പറയുന്ന ലാറ്റിൻ നെയിം എന്നാണ് വന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെ സിമ്പിൾ ലാറ്റിൻ നെയിം എന്നാണ് വന്നത്. ഓക്കെ, ദെൻ റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതുക. CO2.
ആർക്കാ പറയാത്തത്? വാട്ട് ഈസ് ദ ലാറ്റിൻ നെയിം ഓഫ് സോഡിയം? അത് നമ്മളിപ്പോൾ പറഞ്ഞു, നാട്രിയം. സിമ്പിൾ, ഹമ്പിൾ. ബാക്കി പറഞ്ഞോ? ഹോറിബിൾ. റെഡി മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, റിപ്പീറ്റ് വന്നു. ദെൻ റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഫോർ ദി ഫോളോയിങ്. എ മോളിക്യൂൾ ഓഫ് ഫോസ്ഫറസ് വിത്ത് ആൻ അറ്റോമിസിറ്റി 4. അതിൻ്റെ ഫോർമുല എഴുതാൻ. ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി 4 ആണെന്ന് പറഞ്ഞാൽ ഫോസ്ഫറസിൽ 4 ആറ്റങ്ങളുണ്ട്, P4. കഴിഞ്ഞടാ. അടുത്തത് എ മോളിക്യൂൾ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് വിച്ച് കണ്ടെയ്ൻസ് 1 കാർബൺ. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ആറ്റം ആൻഡ് 4 ക്ലോറിൻ. അപ്പോൾ 4 ക്ലോറിൻ, CCl4. ഓ, സിമ്പിൾ, ഹമ്പിൾ. Then write the balanced chemical equation for the reaction where 1 molecule of methane react with 2 molecule of oxygen. Simple. 1 molecule of methane എന്ന് പറഞ്ഞാൽ CH4. React with പറഞ്ഞാൽ പ്ലസ് 2 molecules of oxygen എന്ന് പറഞ്ഞാൽ 2O2. 2 molecules of oxygen റിയാക്ട് ചെയ്യുന്നു ടു ഫോം. അപ്പോൾ ആരോ മാർക്ക് ഇടുക. എന്തൊക്കെയാണ് ഫോം ചെയ്ത്? 1 molecule of carbon dioxide. അപ്പോൾ ഒരു മോളിക്യൂൾ CO2. ഒന്നായതുകൊണ്ട് ഒന്നും എഴുതുന്നില്ല. ആൻഡ് 2 molecules ഓഫ് H2O. അപ്പോൾ 2H2O. ഇത് എഴുതാനാണ് പറഞ്ഞത്. സിമ്പിൾ, ഹമ്പിൾ. റെഡി. അപ്പോൾ നിങ്ങൾക്ക് അതും ഓക്കെയാണ്. ഇങ്ങനെ എഴുതാൻ വന്നാൽ എഴുതണേ മക്കളെ. ദെൻ നമ്മുടെ സ്റ്റേറ്റ് മെൻഡലീസ് പീരിയോഡിക് ലോ. എന്താണ് മെൻഡലി പീരിയോഡിക് ലോ? വാട്ട് വാസ് ദി മെയിൻ ബേസിസ് ഫോർ ഹിസ് അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ്? എന്താണ് മെൻഡലിൻ്റെ പീരിയോഡിക് ലോ? എന്താണ് അദ്ദേഹം അറേഞ്ച്മെൻറ്റ് ചെയ്തത്, ശ്രദ്ധിച്ചത്? എന്ത് വെച്ചിട്ടാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്? വെരി സിമ്പിൾ. മെൻഡലിൻ്റെ പീരിയോഡിക് ലോ എന്താണ്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മൂലകങ്ങളുടെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ഗുണഫലങ്ങളാണ്, അല്ലെങ്കിൽ ആവർത്തന ഫലങ്ങളാണ്. സോ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. എന്ത് വെച്ചിട്ടാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്? വെരി സിമ്പിൾ. ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. എന്ത് വെച്ചിട്ടാണ് അദ്ദേഹം എലമെൻസിന് അറേഞ്ച് ചെയ്തത്? അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ. സോ അറ്റോമിക് മാസ് വർദ്ധിച്ചു വരുന്ന ക്രമത്തിലാണ്, അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് അദ്ദേഹം എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. അതും കിട്ടിയല്ലോ മക്കളെ. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ വെൻ എ ഗ്ലോയിങ് incense stick is brought to the mouth of test tube containing potassium permanganate which is heated? ഒരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പുറത്ത് ഒരു കത്തുന്ന ചന്ദനത്തിരി എന്തെങ്കിലും സാധനം വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും തിരി വെച്ചു. അപ്പോൾ എന്താ നിങ്ങൾ കാണുക? തീ ഒന്നും കൂടെ ഒന്നായിട്ട് കത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ കത്താൻ സഹായിക്കുന്ന എന്തോ അവിടെ ഉണ്ടായി. എന്താ ഉണ്ടായത്? ഓക്സിജൻ, അഥവാ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന് നിങ്ങൾ ചൂടാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ദ സ്റ്റിക്ക് ഫ്ലെയേഴ്സ് അപ്പ്. അത് ആളിക്കത്താൻ തുടങ്ങി. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കി, പുറത്ത് ഇങ്ങനെ കത്തുന്നൊരു തിരി ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയപ്പോൾ ഇതിങ്ങനെ ഇതിനെന്തോ പുറത്ത് വന്നത് എന്താ ആളിക്കത്താൻ തുടങ്ങി. ആളിക്കത്താനുള്ള കാരണം നിങ്ങൾക്കറിയാം, ഓക്സിജൻ്റെ സഹായത്തോടെയാണ് കത്തുക. സോ അവിടെ വീണ്ടും ഓക്സിജൻ വന്നപ്പോൾ ആളാൻ തുടങ്ങി. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലായത്? നിങ്ങൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്തപ്പം അത് പൊട്ടിയിട്ട് അവിടുന്ന് ഓക്സിജൻ പുറത്ത് വന്നു. പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ നിങ്ങൾ ഹീറ്റ് ചെയ്തപ്പം അത് പൊട്ടിയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓക്സിജൻ പുറത്ത് വന്നു. ദെൻ നല്ലൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. യു ആർ ഗിവൺ ആൻ അയൺ സ്പൂൺ ആൻഡ് യു വാണ്ട് ടു കോട്ട് ഇറ്റ് വിത്ത് കോപ്പർ. നിങ്ങളുടെ കയ്യിൽ ആ ഇരുമ്പിൻ്റെ ഒരു സ്പൂണുണ്ട്. ആ ഇരുമ്പിൻ്റെ സ്പൂണിൽ നിങ്ങൾക്ക് ചെമ്പ് പൂശണം. ഒരു ഇരുമ്പിൻ്റെ സ്പൂണുണ്ട്, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചെമ്പ് പൂശണം. അങ്ങനെ ചെമ്പ് പൂശുന്ന ആ പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം. 1. 2, നിങ്ങളങ്ങനെ പൂശുമ്പോൾ അവിടെ ബാറ്ററിയും കണക്ടറൊക്കെ വെക്കണമല്ലോ. നിങ്ങൾ വെച്ച ഇരുമ്പ് സ്പൂണ് ഏത് ടെർമിനലിലേക്കാണ് വെക്കേണ്ടത്? നെഗറ്റീവിലേക്കാണോ പോസിറ്റീവിലേക്കാണോ വെക്കേണ്ടത്? നിങ്ങൾ പൂശാൻ ഉപയോഗിക്കുന്ന ചെമ്പ് ഏത് ടെർമിനലിലേക്കാണ് വെക്കണം? അറിയാലോ നിങ്ങൾക്ക്. കോപ്പറാണ് നിങ്ങൾക്ക് പൂശയുണ്ടെങ്കിൽ ആ കോപ്പർ പോസിറ്റീവ് ടെർമിനലായിട്ട് വെക്കണം. ഇപ്പുറത്ത് ഇരുമ്പ് സ്പൂണാണ് നിങ്ങൾ അതിനെ എന്താക്കുന്നത്? ഇരുമ്പ് സ്പൂൺ വെച്ചിട്ടാണ് നിങ്ങൾ അതിനെ സ്പൂണാട്ടത്. ഇരുമ്പ് സ്പൂണാണ് നിങ്ങൾക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഇരുമ്പ് സ്പൂൺ നിങ്ങൾക്ക് നെഗറ്റീവിൽ വെക്കണം. ഇരുമ്പ് സ്പൂൺ നിങ്ങൾ നെഗറ്റീവ് ടെർമിനലിലും വെക്കണം. സോ നെഗറ്റീവിൽ ഇരുമ്പ് സ്പൂണും ആരെയാണോ കോട്ട് ചെയ്യുന്നത് അയാൾ പോസിറ്റീവിലും വെക്കണം. ഇനി കോപ്പറിനല്ലേ കോട്ട് ചെയ്യേണ്ടത്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സൊല്യൂഷൻ ഷുഡ് യു യൂസ് ആസ് ഇലക്ട്രോലൈറ്റ്? കോപ്പറിനെയാണല്ലോ ഇരുമ്പിൻ്റെ മുകളിൽ പൂശേണ്ടത്. അപ്പോൾ കോപ്പറാണല്ലോ പൂശേണ്ടത്. ആരാണോ പൂശേണ്ടത് അയാളുടെ സൊല്യൂഷൻ വെക്കണം. അപ്പോൾ ഇവിടെ എടുക്കേണ്ട സൊല്യൂഷൻ ഏതാണ്? കോപ്പർ സൾഫേറ്റ്, CuSO4. കോപ്പർ സൾഫേറ്റ് ലായനിയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ കോപ്പറിൻ്റെ സോൾട്ട് ലായനി. കോപ്പർ സൾഫേറ്റ് തന്നെ വേണമെന്നില്ല, കോപ്പർ അടങ്ങിയ ഒരു സോൾട്ട് ലായനി. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് പൂശേണ്ടത് അയാളുടെ ലായനി. ഇപ്പോൾ ഗോൾഡാണ് പൂശണമെങ്കിൽ ഗോൾഡ് സയനൈഡ്, സിൽവറാണ് പൂശണമെങ്കിൽ സിൽവർ സയനൈഡ് എന്ന് പറയില്ലേ, അതിൻ്റെ കൂടെ സോഡിയം സയനൈഡും. ഓക്കെ, അത് സെറ്റ്. ദെൻ മക്കളെ, വൈ ആർ സം മെഡിസിൻസ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസസ് ലൈക്ക് സിൽവർ നൈട്രേറ്റ് സ്റ്റോർഡ് ഇൻ ഡാർക്ക് കളേർഡ് ബോട്ടിൽസ്? എന്തുകൊണ്ടാണ് ചില മെഡിസിൻസും അതുപോലെ തന്നെ കെമിക്കൽസൊക്കെ
ഡാർക്ക് കളേർഡ് ബോട്ടിൽസിൽ സൂക്ഷിക്കുന്നത്? ഒന്നുമില്ല. ഡാർക്ക് കളർ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ലൈറ്റ് വന്നിട്ട് റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ദേ ആർ സ്റ്റോർഡ് ഇൻ ഡാർക്ക് കളേർഡ് ബോട്ടിൽസ്. കാരണം എന്താ? പ്രിവെൻറ്റ് ദം ഫ്രം അണ്ടർഗോയിങ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ലൈറ്റ് അടിച്ച് നടക്കുന്ന റിയാക്ഷൻ ആണല്ലോ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള രാസപ്രവർത്തനം, രാസപ്രവർത്തനം. അത് തടയുന്നതിനാണ് ഇവ ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കുന്നത്. ഇരുണ്ട കുപ്പിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടേക്ക് പ്രകാശം എത്തിയിട്ട് ആ വസ്തു നശിക്കാൻ കാരണമാവും, ആ മരുന്ന് പോവാൻ കാരണമാവും, ആ മരുന്നിൻ്റെ കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വേറെ എന്തോ സാധനമായിട്ട് മാറും. സോ മെഡിസിൻസ് ഒക്കെ അതിൽ സൂക്ഷിക്കാനുള്ള കാരണം അതാണ് മക്കളെ. സെറ്റല്ലേ മക്കളെ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് 2 റീസൺസ് വൈ അലൂമിനിയം ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ്. അതായത് പാചകം ചെയ്യാൻ മെയിനായിട്ട് അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ എന്തുകൊണ്ടാണ് മെയിനായിട്ട് എടുക്കുന്നത്? 2 കാരണം. ഒന്ന്, പെട്ടെന്ന് പാചകം നടക്കും. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, അതിന് ഉയർന്ന താപചാലകത, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ പെട്ടെന്ന് ചൂട് കടത്തി വിട്ട് പാചകം വേഗം നടക്കും. രണ്ടാമത്തത് കൊണ്ടടക്കാൻ സുഖമാണ്. വലിയൊരു വെയിറ്റുള്ള പാത്രമാണെങ്കിൽ എന്തൊക്കെ എങ്ങോട്ട് അടുപ്പത്ത് കൊന്ന് വെക്കണം, പിന്നെ അവിടെ നിന്ന് മാറ്റി വെക്കണം. ആകെ വെയിറ്റും കൂടിയാണെങ്കിൽ നമ്മളാകെ കുഴങ്ങും. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് അധികമല്ല. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അലൂമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ പ്രത്യേകത അതിനധികം വെയിറ്റ് ഇല്ല, റിലേറ്റീവ്ലി ചീപ്പാണ്, ആൻഡ് പെട്ടെന്ന് അങ്ങോട്ടും പെട്ടെന്ന് താപം കടത്തിവിടും. അഥവാ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ഓക്കെ, ഉയർന്ന താപചാലം, അതുകൊണ്ട് ചൂടിനെ നന്നായി കടത്തിവിടും. സെറ്റല്ലേ മക്കളെ? നെക്സ്റ്റ്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. എ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഈസ് ഡിപ്ഡ് ഇൻ ടു എ സൊല്യൂഷൻ ഓഫ് വാട്ടർ ഇൻ വിച്ച് എ നോൺ മെറ്റൽ ഓക്സൈഡ് ഈസ് ഡിസോൾവ്ഡ്. ഒരു വെള്ളം, ആ വെള്ളത്തിൽ നോൺ മെറ്റൽ ഓക്സൈഡായ കാർബൺ ഡൈ ഓക്സൈഡ്. ശ്രദ്ധിക്കണേ, കാർബൺ ഡൈ ഓക്സൈഡ് നോൺ മെറ്റലാണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു. അഥവാ കാർബൺ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റലാണ്. ഇതാണ് ഇവിടുത്തെ പോയിൻ്റ്. അലോഹമാണിത്. നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്താ? നോൺ മെറ്റൽ ഓക്സൈഡിനെ വെള്ളത്തിലേക്ക് ഇട്ടാൽ ആസിഡാണ് തരിക. എന്തേ നമ്മൾ ട്രിക്ക്? മെറ്റൽ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടാൽ ബേസാണ് തരിക എന്നുള്ള മൊബൈൽ എന്നുള്ളതിൻ്റെ മൊബ് പഠിച്ചു വെച്ചിരുന്നു. മൊബ് മെറ്റൽ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടാൽ ബേസാണ് തരിക. മെറ്റൽ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടാൽ ബേസ്. ഇത് മെറ്റൽ ഓക്സൈഡ് അല്ല, കാർബൺ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റലാണ്. നോൺ മെറ്റൽ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടാൽ അതിൽ ആസിഡാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ പറഞ്ഞേക്കേ, ഇപ്പോൾ ഇവിടെ ആസിഡ് ഉണ്ടായിട്ടുണ്ട്. ആ ആസിഡിലേക്ക് നിങ്ങൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ടാൽ എന്താ സംഭവിക്കുക? ആസിഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കും. സോ ദ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വിൽ ടേൺ റെഡ്. എന്താ കാരണം എന്നാണ് പറഞ്ഞത്? എന്താ കാരണം? നോൺ മെറ്റൽ ഓക്സൈഡ് ആർ ജനറലി അസിഡിക് ഇൻ നേച്ചർ. നോൺ മെറ്റലിനെ വെള്ളത്തിലിട്ടാൽ അവിടെ ആസിഡ് ഉണ്ടാവും. വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ദേ ഫോം ആസിഡ്സ്. ഉണ്ടാവും. സോ നോൺ മെറ്റലുകളെ, അലോഹ ഓക്സൈഡുകൾ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ആസിഡ് ഉണ്ടാവുന്നു. മറക്കരുത് ഈ പോയിന്റ്. ഈ പോയിന്റ് വെച്ചിട്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ സാധാരണ വരാറുണ്ട്. ഓക്കെ, റെഡി? ദെൻ വാട്ട് ഈസ് കൊറോഷൻ? വാട്ട് ആർ ദി 2 എസെൻഷ്യൽ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദി റസ്റ്റിംഗ് ഓഫ് അയൺ? എന്താണ് കൊറോഷൻ? എന്താണ് നാശനം? ഇരുമ്പ് തുരുമ്പിക്കാനുള്ള പ്രത്യേകമായ കാരണങ്ങൾ എന്തെങ്കിലും? നാശനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു മെറ്റൽ, ഹൈലി റിയാക്റ്റീവായ ഒരു മെറ്റലിൻ്റെ സർഫസിൽ പല റിയാക്ഷൻ നടക്കുക. ഈ സർഫസ് പറഞ്ഞാൽ അന്തരീക്ഷത്തിലോട് തൊട്ട് നിൽക്കുന്ന ആളാണല്ലോ, മനസ്സിലായി? അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബോഡിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് അധികം ചളി വരില്ല. പക്ഷെ നമ്മുടെ ബോഡി മേലെ നല്ലോണം ചളിയാവും. കാരണം എന്താ? ബോഡി പുറത്തൊക്കെ ഇങ്ങനെ കാണുന്നതാണ്. ഇവിടുന്ന് പിന്നെ ബോഡിക്ക് ഇങ്ങനെ ചളി, പൊടി, നമ്മൾ റോഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ പൊടിയൊക്കെ പാറും. ഇതേപോലെ ഒരു മെറ്റലിൻ്റെ സർഫസിൽ ഇഷ്ടംപോലെ റിയാക്ഷൻ നടക്കും. വെള്ളം വരും, ഈ വായു വരും, എന്നിട്ട് അതൊക്കെ റിയാക്ഷൻ നടന്നിട്ട് ആ മെറ്റലിൻ്റെ സർഫസിൽ റിയാക്ഷൻ നടന്നിട്ട് മെറ്റലിൻ്റെ സർഫസ് അങ്ങ് നശിക്കും. സോ എന്താണ്? അന്തരീക്ഷത്തിലെ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ലോഹങ്ങൾ നശിച്ചു പോകും. അന്തരീക്ഷത്തെ നമ്മൾ തന്നെ ആലോചിക്കുക, നമ്മൾ റോഡ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ആകെ ചളിയോ, എന്നിട്ട് കുളിക്കണമെന്നില്ലെങ്കിലോ നന്നായിട്ട് നടന്നു ആകെ ചളി. നിങ്ങളല്ലാണ്ടേ മാറും, നിങ്ങളടുത്ത കാര്യം വരില്ല. നമ്മൾ കുളിക്കും. ഇരുമ്പിനിപ്പോൾ കുളിക്കാൻ പറ്റില്ലല്ലോ. സോ ഇരുമ്പിൻ്റെ മുകളിലൊക്കെ ചളിയും ഇതൊക്കെ കൂടെ വന്ന് ജലവും വെള്ളവും ഒക്കെ കൂടെ വന്നിട്ട് ഇരുമ്പിനെ നശിക്കും. അതാണ് തുരുമ്പ്. ഇരുമ്പ് തുരുമ്പിക്കലാണ്. സോ ഇരുമ്പിൻ്റെ നാശനം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിച്ചിട്ട് മെറ്റൽ നശിച്ചു പോകുന്ന, ലോഹങ്ങൾ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് നാശനം. ഇരുമ്പ് നശിക്കാനുള്ള മെയിൻ കാരണം ഒന്ന് വായുത്തെ ഓക്സിജനാണ്, രണ്ടാമത് ജലമാണ്, വെള്ളമാണ്. വെള്ളവും വായുവും കൂടെ വലിച്ചെടുത്ത് റിയാക്ഷൻ നടക്കും. ഓക്കെ, സെറ്റ് മക്കളെ? സോ മക്കളെ, ഇത്രയും ഇമ്പോർട്ടൻ്റ്, ഞാൻ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ച് എന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ മാർക്ക് ഹൈ സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഇങ്ങനത്തെ ടോപ്പിക്കുകൾ, ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴാണ്, അപ്ലിക്കേഷനിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഉയർന്ന സ്കോർ എത്താൻ പറ്റുകയും നിങ്ങൾ ആ ടോപ്പിക്കിൽ, ആ ചാപ്റ്ററിൽ നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ ഹൈ ലെവലിൽ എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുക. സോ ബാക്കി പുതിയ വിശേഷങ്ങളുമായിട്ടും പുതിയ ക്വസ്റ്റ്യനുകളും കാര്യങ്ങളുമായിട്ടും ടോപ്പിക്കുകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.